ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, ഒരു ഗുഡ് പാരന്റിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേട്ടോ. എൻ്റെ മക്കളെ ഞാൻ വളർത്തിയ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് ട്രിക്സും ഒക്കെയാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് നിങ്ങളെ പോലെയുള്ള അമ്മമാർക്ക് ഇപ്പൊ ചെറിയ മക്കളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെയൊക്കെ കുറച്ച് ട്രിക്കൊക്കെ മക്കളുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെ നല്ല മക്കളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ചെറിയ മക്കൾ തൊട്ടിട്ട് അതൊരു ഒന്നറിവായി തുടങ്ങുന്ന മക്കൾ തൊട്ട് ഒരു ടീനേജ് പ്രായം എത്തുന്നത് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ടീനേജേഴ്സ് കുറച്ചും കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ട്. അപ്പോൾ കുഞ്ഞു മക്കളിൽ നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മക്കളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പാരിസൺ നിർത്തുക. കാരണം എല്ലാ അമ്മമാർക്കും ഒരുവിധ അമ്മമാർക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അത്. ആ കുട്ടി കണ്ടില്ലേ അത് അങ്ങനെ ചെയ്യാൻ തുടങ്ങി, ഈ കുട്ടി കണ്ടില്ലേ ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നീ മാത്രം എന്താണ് ഇങ്ങനെയായി പോയത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വർത്തമാനങ്ങൾ നമ്മുടെ മക്കളോട് നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാൾ നമ്മുടെ മക്കളേനെയോ അല്ലെങ്കിൽ നമ്മളേനെയോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ പാരന്റ്സ് പോലും നമ്മുടെ മക്കളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ നിന്ന് കോൺഫിഡൻസ് കിട്ടുക, അവരൊരു ലോൺലിനെസ് ഫീൽ ചെയ്യില്ലേ അവർക്ക്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളേനെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പാരിസൺ ചെയ്യരുത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ പോയിന്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് നിങ്ങളുടെ കുട്ടികളുടെ ക്യാരക്ടറിൽ വരാൻ തുടങ്ങും. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എന്തെങ്കിലും കുഞ്ഞു കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നാറുള്ളത് ഒരു ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മളതിനെ അമ്മ അതെന്താ, അച്ഛ ഇതെന്താ എന്ന് ചോദിച്ചിട്ട് കുറേ സംശയങ്ങളായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും അല്ലെ. അപ്പൊ നമ്മൾ പറയണത് എന്താ, നീ ഇപ്പൊ അതൊന്നും ചെയ്യണ്ട, അത് നീ മാറ്റി വെച്ചേക്ക്, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്യണ്ട കേട്ടോ എന്ന് പറയും അല്ലെ. അപ്പോൾ അത് കുട്ടികൾക്ക് തോന്നുകയാണ് എന്താ അപ്പൊ അത് ചെയ്താ കുഴപ്പം, അതെല്ലാവർക്കും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ, എന്താ ഞാൻ അത് ചെയ്തോണ്ട് കുഴപ്പം എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടായിരിക്കും. കുഞ്ഞു കുട്ടികൾക്കും ഉണ്ടായിരിക്കും, അവർ മനുഷ്യരല്ലേ, അവർക്കും ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം കുട്ടിയോട് അത് ചെയ്യണ്ട എന്ന് പറയുന്നത് എങ്കിൽ നിങ്ങളിപ്പോ പറയാണ് അത് ചെയ്യരുത് മോനെ അല്ലെങ്കിൽ അത് ചെയ്യരുത് മോളെ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ റീസൺ നീ അത് ഇന്നത് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇന്ന ദോഷങ്ങൾ അതുകൊണ്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ പാരന്റ്സിന് ഉണ്ടാവണം. അപ്പൊ അവര് അതിൽ കൺവിൻസ്ഡ് ആവും. പിന്നെ അവർ അതിൽ ഡൗട്ടൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ അത് തന്നെ അവര് വേറെ ഒരു കുട്ടിയോട് ആ കുട്ടി വേറെ കുട്ടീനെ കാണുമ്പോൾ ആ കുട്ടി ചെയ്യുകയാണെങ്കിൽ അവനോട് നമ്മുടെ മോള് പറയും അല്ലെങ്കിൽ നമ്മുടെ മോൻ പറയും അതങ്ങനെ ചെയ്യരുത്, എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ദോഷം അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടിയോട് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ കറക്റ്റ് റീസൺ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നീ അത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നീ അപ്പം അത് ചെയ്യണോ വേണ്ട ചെയ്യണ്ട, അത് നിനക്ക് ദോഷമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി മൂന്നാമത്തെ റീസൺ, നമ്മൾ നമ്മുടെ കുട്ടികളോട് യെസ് പറയാൻ പഠിപ്പിക്കുക. നമ്മളെല്ലാത്തിനും ഇങ്ങനെ അമ്മ അത് ചെയ്യട്ടെ ഞാൻ നോ പറയരുത്, എല്ലാത്തിനും ഇങ്ങനെ നോ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ തന്നെ യെസ് പറയാൻ തുടങ്ങിയാലേ കുട്ടികൾക്ക് നാളെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഓവർകം ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ വരുള്ളൂ. നമ്മൾ കുറച്ച് കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഒക്കെ വിടുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതുള്ളൂ കുട്ടികളെനൊക്കെ. അപ്പൊ നമ്മള് കുട്ടികളെ തന്നെ യെസ് പറയാൻ പഠിപ്പിക്കുക. മോനെ നീ അത് ചെയ്യാൻ പറ്റുമോ നിനക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഐ വിൽ എന്ന് പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ മോനും മോൾക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് ചെറിയ കുട്ടികളിൽ തന്നെ അവർക്കൊന്ന് ബുദ്ധി ഉറയ്ക്കുന്ന കാലം തൊട്ടിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചു തുടങ്ങിയ അവര് നല്ല വണ്ടർഫുൾ കിഡായിട്ട് മാറുന്നതാണ്. കാരണം അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് വരികയാണ്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ യെസ് പറയാൻ പഠിപ്പിക്കുക. എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ധൈര്യം കൊടുക്കാനായിട്ട് യെസ് എന്ന് പറയാൻ പഠിപ്പിക്കുക. അപ്പൊ നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ അടുത്ത കാലത്തായിട്ടാണ് കൂടുതലായിട്ട് കാണുന്നത്, നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ ഈ മൊബൈൽ കയ്യിൽ കൊടുക്കും, എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഗെയിം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇതൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുക.
കുട്ടി കഴിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഈ പാരൻസ് ഇത് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് പാരൻസിൻ്റെയിലാണ് കുറ്റം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു ശീലം കുട്ടികൾക്ക് എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു ഫോൺ ഇല്ലാതെ അല്ലെങ്കിൽ ടാബ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ് കുട്ടികൾ. മറ്റുള്ള ഡിവൈസസ് വെച്ച് കൊടുത്ത് ഒരിക്കലും ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നല്ല തിരക്കിലാണെങ്കിൽ മോനൊരു കാര്യം ചെയ്ത് ഇത് കണ്ടിരിക്കുക കുറച്ചു നേരം, മോൾ ഇത് കുറച്ചു നേരം കാണും, അമ്മ വേഗം ആ പണിയൊക്കെ തീർത്തിട്ട് വരാം, അല്ലെങ്കിൽ അച്ഛനെ വേഗം ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് വരാം. അപ്പൊ ഇവരുടെ ഒരു ലോകം ഈ ഫോണിലേക്ക് ആയി മാറുകയാണ്. ആരും ഇല്ലെങ്കിലും ഇവർക്ക് ഫോൺ ഉണ്ടായാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഫോൺ പോലെയുള്ള ഡിവൈസസ് കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത്. ആ സമയത്ത് കുട്ടികൾക്ക് നമുക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇനി 5ാമത്തെ പോയിന്റ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ, കുട്ടികള് ഇപ്പൊ നമ്മൾ അടുക്കളയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരികയാണെന്ന് വിചാരിച്ചാൽ അവരെന്നെ വേണ്ട നീ അത് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാണ്ട് അവരെ നമ്മുടെ കൂടെ നിർത്തുക. അത് തീ പോലെയുള്ള ഇതൊക്കെ വരുന്ന ഭാഗത്തു നിന്നൊന്ന് മാറ്റി നിർത്തുക. ഇപ്പൊ നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുകയാണ് അല്ലെങ്കിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള സമയത്തൊക്കെ അവർക്കും ചെറിയൊരു ബോളായിട്ട് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരും സൈഡിൽ നിന്ന് അതൊക്കെ ചെയ്യും. അപ്പോൾ അവരെന്തോ വലിയൊരു സംഭവം ചെയ്യണമെന്നുള്ള ഒരു ഫീൽ അവർക്കും ഉണ്ടായിരിക്കും. അതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് തന്നെ നമ്മൾ വിചാരിക്കുക. നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നടന്ന സമയത്ത് അവരെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തുക. ഇത്തിരി ചെളിയൊക്കെ പറ്റും, ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം എന്നേ ഉള്ളൂ അവരെ. പക്ഷെ അവരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് എത്തിക്കുക. അവരതേപോലെ ഗെയിം കളിക്കാനായിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ അവരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താതെ അവരെ കൂടെ കുറച്ച് സമയം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഓഫ് ടൈം നിങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുട്ടികളിൽ നല്ല മാറ്റം വരാനായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ 6ാമത്തെ പോയിന്റ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് പാരൻസിനോടാണ് പറയാനുള്ളത്. നമ്മളുടെ പാരൻസ്, കുട്ടികളുടെ പാരൻസ് എന്തെങ്കിലും കുട്ടികളോട് പറയാണ് അല്ലെങ്കിൽ അവരെ അത് ചെയ്യരുത് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഗ്രാൻഡ് പാരൻസ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ചെല്ലരുത്. കാരണം അപ്പൊ അവർക്ക് ആകെ കൺഫ്യൂഷൻ, ഇതിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് അല്ലെ. എല്ലാം വേണ്ടപ്പെട്ടവരാണല്ലോ, പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ വേണ്ടപ്പെട്ടവരാണ്. അപ്പൊ കുട്ടികൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓടി അച്ഛൻ പാരൻസിന്റെ അടുത്തേക്ക് പോകും. കാരണം അവരത് ചെയ്യണത് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മൾ ഗ്രാൻഡ് പാരൻസ് കൊടുക്കരുത്. അവരുടെ അച്ഛനമ്മമാര് അവരുടെ മക്കളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയതുപോലെ തന്നെയുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മക്കൾക്കും അവരുടെ കുട്ടികളുടെ മുകളിലുണ്ട് എന്നുള്ള ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം അവരെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും ഗ്രാൻഡ് പാരൻസ് ഓവറായിട്ട് അച്ഛനമ്മമാരെ തടസ്സം നിൽക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് കുട്ടികളെ. അപ്പൊ നല്ലൊരു ഡിഫറൻസ് കുട്ടികളിൽ വരും. അപ്പൊ ഇവരെല്ലാവരും പറയുന്ന കാര്യം കറക്റ്റ് ആണ് എന്നുള്ള ഒരു ചിന്ത ഈ കുട്ടിക്ക് വരികയാണ്. അപ്പോൾ കുട്ടി നല്ല രീതിയിൽ അച്ഛനമ്മമാർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.